അനുഷ്ഠാനങ്ങൾക്ക് വ്യത്യാസമുണ്ട് കേട്ടോ, വ്യത്യാസമുണ്ട്. ഹജ്ജിന് പോകുമ്പോൾ എല്ലാവരും പോകുന്ന ആൾ എല്ലാവരെയും കണ്ട് യാത്ര പറഞ്ഞാണ് പോകേണ്ടത്. കഴിഞ്ഞു വന്ന ആള് എല്ലാവരും അനുമോദിക്കാനും ദുആ ചെയ്യിക്കാനും അങ്ങോട്ട് ചെല്ലലാണ് വേണ്ടത്. വ്യത്യാസങ്ങളുണ്ടാവും. ഇതിനൊക്കെ ബാക്കിൽ അനുഷ്ഠാനങ്ങളുണ്ടാവും. ആ അനുഷ്ഠാനങ്ങൾക്കനുസരിച്ചുള്ള ആചാരങ്ങളുണ്ടാവും. ആചാരങ്ങൾ പ്രാദേശികമായ വ്യത്യാസം ഉണ്ടാവും, അനുഷ്ഠാനം എല്ലായിടത്തും ഒരേ മാതിരിക്കാരം. ഇതാണ് സംഗതി. അപ്പം ഇത് രണ്ടും വേണം. ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കൊണ്ടുവരണം. എല്ലാ കാര്യങ്ങളും വളരെ രസകരമാണ്, ആനന്ദകരമാണ്, വേണമെന്നിരുത്തിയാൽ നടക്കുന്നതാണ്. അതുകൊണ്ട് ഈമാന്റെ രസം കിട്ടണമെങ്കിൽ മൂന്നാമതായി മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയും റസൂലുമായി ഇഷ്ടപ്പെടണം. ആ 11 കല്യാണം കഴിച്ച നബിതങ്ങളെ ഇഷ്ടപ്പെടണം. എന്താ അപ്പം അങ്ങനെയൊക്കെ ആയാൽ കാട്ടുക? 11 കല്യാണവും കഴിച്ചിട്ടുണ്ട്, അംഗീകരിക്കല്ലാതെ ഇപ്പം എന്താ കാട്ടുക എന്നൊന്നും പറഞ്ഞാൽ ഒരു രസവും ഉണ്ടാവില്ല. കാരണം എന്താ, ഓൻ അംഗീകരിച്ചു, പക്ഷെ ഇഷ്ടപ്പെട്ട് അംഗീകരിച്ചതല്ല. ഇഷ്ടപ്പെടണമെങ്കിൽ അതിൻ്റെ രഹസ്യങ്ങളെ കുറിച്ച് പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. വെറും 11 പെണ്ണിട്ടുക എന്നുള്ള പ്രത്യേകത മാത്രമൊന്നുമല്ല. ഞമ്മക്ക് എല്ലാവർക്കും തഹജ്ജുദ് നിസ്കാരം സുന്നത്താണ്. രാത്രി ഇശ കഴിഞ്ഞ് സുന്നത്ത് കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി നീച്ചിട്ട് തഹജ്ജുദ് നിസ്കരിക്കൽ ഞമ്മക്ക് സുന്നത്താണ്. മുഹമ്മദ് നബിക്ക് തഹജ്ജുദ് നിസ്കാരം നിർബന്ധമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫർദ് നിസ്കാരം നിർബന്ധമാകുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല തഹജ്ജുദ് നിസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട്. ഒരു പ്രത്യേകത മാത്രമൊന്നുമല്ല, കുറേ പ്രത്യേകത ഉണ്ട്. നമുക്ക് ചില പ്രത്യേകത മാത്രം ഇങ്ങനെ ഓർമ്മയുണ്ട്. നമുക്കൊരു നമ്മളൊരു പെണ്ണിട്ടി, ഓളും നമ്മളും തീരെ യോജിച്ചു പോകണില്ല എന്ന് വിചാരിക്കുക. എന്നാൽ വെച്ചാൽ എൻ്റെ അടുക്ക് പോയിക്കോട്ടോ എന്ന് പറഞ്ഞാൽ തൊലാക്കുകയല്ല. പക്ഷേ നബി തങ്ങൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്ത ഒരു സ്ത്രീയെ തൊലാക്ക് ചെല്ലാൻ പാടില്ല, ഹറാമാണ്. നമ്മളൊരു കാര്യം മാത്രമാണ് പ്രത്യേകതയായിട്ട് പഠിച്ചത്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട്. നമ്മളൊക്കെ മരിച്ചാലേ സ്വത്തിൽ മക്കൾക്ക് അനന്തരം ഉണ്ടാവും. മുഹമ്മദ് നബിയുടെ സ്വത്തിൽ അനന്തരാവകാശമില്ല. നഹ്നു മാശിറൽ അംബിയാ ഇലാ നൂറസു ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ മരിച്ചാൽ സ്വത്തിൽ മക്കൾക്ക് അനന്തരം ഉണ്ടാവും. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വത്തിൽ കുടുംബത്തിന്, മക്കൾക്കും ഭാര്യമാർക്കും അനന്തരമില്ല. അമ്പിയാക്കളുടെ ഒന്നും സ്വത്തിൽ അനന്തരമില്ല, മക്കൾക്ക് അനന്തരമില്ല. അപ്പോൾ ഒരു പ്രത്യേകത മാത്രം പഠിച്ചാൽ പോരാ, പ്രത്യേകത പഠിക്കുമ്പോൾ എല്ലാം പഠിക്കണം. അപ്പോഴേ മനസ്സിലാവുള്ളൂ. എല്ലാ ആളുകൾക്കും യുദ്ധത്തിൽ നിന്ന് പരാജയപ്പെടും എന്ന് തോന്നിയാൽ പിന്തിരിഞ്ഞോടാം. പക്ഷേ നബിതങ്ങൾക്ക് പിന്തിരിഞ്ഞോടാൻ പാടില്ല. ഒരാൾക്കാർ യുദ്ധത്തിന് പോയി, 100 ആൾക്കാർ യുദ്ധത്തിന് പോയി. ഇസ്ലാമിക രാഷ്ട്രത്തിൽ നമ്മളെ നാട്ടിലെല്ലാം കച്ചറ ഉണ്ടാക്കണ്ട. യുദ്ധത്തിന് പോയി എന്ന് വിചാരിക്കാം. 100 പട്ടാളക്കാർ, ഒരു 20,000 പട്ടാളക്കാർ അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. എല്ലാവരും കൂടി തോണ്ടി തിന്നുമെന്ന് ഉറപ്പായാലേ മുസ്ലിങ്ങളായ 200 പട്ടാളക്കാർക്ക് പിന്തിരിഞ്ഞോടാവുന്നതാണ്. പക്ഷെ മുഹമ്മദ് നബിക്ക് ഓടാൻ പാടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പ്രത്യേകത മാത്രം പഠിച്ചാൽ പറ്റൂല. നമുക്ക് ആകെ നബി തങ്ങളുടെ ഒരു പ്രത്യേകത അറിയും, 11 കല്യാണം കഴിക്കാൻ പറ്റും, നമുക്ക് 4 പറ്റുള്ളൂ. 1 മാത്രം പഠിച്ചാൽ പോരാ, എല്ലാതും പഠിക്കണം. അപ്പൊ കിട്ടും സംഗതി. അപ്പം നമുക്ക് അതിൻ്റെ രഹസ്യം എന്താന്ന് അങ്ങനെ എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് തോന്നും. വിമർശകന്മാർ പറഞ്ഞേട്ടാ തോന്നും നബി തങ്ങളോട് 11 പെണ്ണും ബാക്കിയുള്ളവരോട് 4 പെണ്ണും കെട്ടാൻ പറഞ്ഞതാണ് എന്ന്. അങ്ങനെയല്ല, 400 പെണ്ണ് കെട്ടിയുന്ന കാലത്താണ് നബി തങ്ങൾ വരുന്നത്. 25 ഭാര്യമാര്, 30 ഭാര്യമാര്, ചെല്ലിനോടത്തൊക്കെ പെണ്ണുങ്ങൾ. ഇങ്ങനെ ഉണ്ടായിരുന്നതാണ് ജാഹിലിയ കാലഘട്ടം. അത് പറ്റൂല എന്ന് പറയാണ് ചെയ്തത്. 100 കെട്ടിയിരുന്നത് 4ലേക്ക് ചുരുക്കുകയാണ് ചെയ്തത്. 1 കെട്ടിയിരുന്നത് 4ആക്കി അങ്ങോട്ട് മാറ്റിയിരിക്കുകയല്ല ചെയ്യണത്. പിന്നെ ഇപ്പം ചില ആൾക്കാർ പറഞ്ഞിട്ടാലും എന്തൊക്കെയോ തോന്നും. സുന്നത്ത് ഒരു വിവാഹമേ ഉള്ളൂ കേട്ടോ, 2ഉം 3ഉം 4ഉം ജായിസേ ഉള്ളൂ, സുന്നത്തില്ല. തഴവൻ്റെ പാട്ടിൽ പറഞ്ഞിട്ടുണ്ട്, മലയാളം എല്ലാവർക്കും തിരിയല്ലോ. തഴവൻ്റെ പാട്ടിലെടുത്തു നോക്കിക്കോളിയും. പെണ്ണിട്ടാൻ പറഞ്ഞ പാട്ടിൽ പറയുന്നുണ്ട് 1ആണ് സുന്നത്തുള്ളത്, 2ഉം 3ഉം 4ഉം വേണമെങ്കിൽ പറ്റും, ജായിസ് മാത്രമേ ഉള്ളൂ.
സുന്നത്തല്ല. ചില ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് 4 സുന്നത്തുണ്ട് എന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഉള്ള മാതിരി പറയണം എല്ലതും. ഇസ്ലാം ദീനിന് ഒരു കുറവുമില്ല. ഉള്ള മാതിരി പറയുകയാണെങ്കിൽ ഇല്ലാത്ത പറഞ്ഞാൽ കുറവുണ്ടാവും തന്നെ. അതുകൊണ്ട് എന്ത് വേണം? വരുന്ന തലമുറയെ നമുക്ക് ഇസ്ലാം ദീനിനെ നന്നായിട്ട് പഠിപ്പിക്കാൻ വേണ്ടി പറ്റണം. വരും തലമുറയെ ഇസ്ലാമിനെ നന്നായിട്ട് പഠിപ്പിക്കണം. പണ്ടത്തെ മാതിരി കൈക്കോട്ടുണ്ടായ തല മാറിയിട്ടൊന്നും ഇപ്പൊ കഴിച്ചിലാവൂല. മുമ്പൊക്കെ ആണെങ്കിൽ അള്ള ഉണ്ട് എന്നുള്ളതിന് എന്താ തെളിവ് എന്ന് ചോദിച്ചാൽ കൈക്കോട്ടുണ്ടായി ഇങ്ങോട്ട് തല മാറിങ്ങാണ്ട് രേഷം അടുത്തുകൊണ്ട് വാ അനക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇനി അതൊന്നും പറ്റൂല. നേരെ പഠിച്ച് പറഞ്ഞാണ് കൊടുക്കേണ്ടി വരും. അതിനെന്ത് വേണം? എല്ലാവരും പഠിക്കണം. എല്ലാവരും പഠിക്കണം, നല്ലോണം പഠിക്കണം. എന്നാലേ വരും കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ ഖിവാമ് എന്ന നിലനിൽപ്പുണ്ടാവുള്ളൂ. ഉള്ള സൗകര്യങ്ങൾ എന്താണോ അത് മുതലാക്കിയിട്ട് എല്ലാവരും പഠിക്കണം. ഇല്ലെങ്കിൽ സംശയങ്ങൾ തീർന്നു പോവില്ല. എന്താണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്ന് മനസ്സിലാവില്ല. കാരണം ആയത്തുകളുടെയും ഹദീസുകളുടെയും ഒരു പ്രത്യേകത ഒരു മനുഷ്യന്റെ അറിവിൻ്റെ മേലെ സംസാരിക്കുമെന്നതാണ്. ആയത്ത് ഹദീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത മനുഷ്യന്മാരുടെ അറിവിൻ്റെ മേലെ സംസാരിക്കുന്നതാണ്. ഏതൊരു മനുഷ്യന്റെയും അറിവ് എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ മുകളിലാണ് ഇസ്ലാം പറയാം. എല്ലാവരോടും ഒരേ മാതിരിയല്ല ഇസ്ലാം ദീൻ സംസാരിക്കുന്നത്. ഒരു ഹദീസിൽ നിന്ന് കന്നൂട്ടേറിന് മനസ്സിലാവണതല്ല എഞ്ചിനീയർക്ക് മനസ്സിലാകുക. എഞ്ചിനീയർക്ക് മനസ്സിലാവുന്നതല്ല ഡോക്ടർക്ക് മനസ്സിലാകുക. ഡോക്ടർക്ക് മനസ്സിലാകുന്നതല്ല ഡ്രൈവർക്ക് മനസ്സിലാകുക. ഡ്രൈവർക്ക് മനസ്സിലാകുന്നതല്ല മയ്യത്ത് ഒളിപ്പിക്കണവന് മനസ്സിലാകുക. മയ്യത്ത് ഒളിപ്പിക്കണവന് മനസ്സിലാകുന്നതല്ല കച്ചവടക്കാരന് മനസ്സിലാകുക. ഓരോ ഹദീസിൽ നിന്നും എല്ലാവർക്കും മനസ്സിലാകുന്നത് ഒന്നല്ല, വ്യത്യസ്തമാണ്. അതാണ് വഹയിൻ്റെ ഇൽമിനുള്ള ഏറ്റവും വലിയ പ്രത്യേകതയും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരങ്ങൾ വഹയിൻ്റെ ഇൽമാണ്. മനുഷ്യന്റെ വിവരം എവിടെയാണോ ചെന്ന് നിൽക്കുന്നത് അതിന് മുകളിലാണ് വഹയി സംസാരിക്കുക. 2022 ഇങ്ങോട്ട് നോക്കിയാലേ ബാക്കി പറയുള്ളൂ. അല്ലെങ്കിൽ 2022 എന്ന് പറഞ്ഞാണ്ടിക്കും. 2022 ജൂൺ മാസത്തിലെ നബി മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഹമ്മദ് നബി പറയുന്ന വാക്ക് ഇന്ന് പറഞ്ഞ മാതിരി ഉണ്ടാവണം. അത് പിന്നെ അന്ന് 1400 കൊല്ലം മുമ്പ് പറഞ്ഞതല്ല. അന്നിപ്പോൾ അത് അങ്ങനെ അതിനത്രക്കല്ലേ ഉള്ളൂ. അന്ന് പുരോഗമിച്ചിട്ട് എന്നൊന്നും പറയാൻ പറ്റൂല. അതൊന്നും പറയാൻ പറ്റിയ കാര്യമല്ല. 2022 ജൂൺ മാസത്തിലെ നബി മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നബി തങ്ങളുടെ ഒരു സംസാരം എടുത്തിട്ട് കീറി മുറിച്ചിന് പരിശോധിച്ചാൽ 2022 ജൂൺ മാസം 4-ാം തീയതി പറഞ്ഞ മാതിരിയാണ് ഉണ്ടാവണം. അതിനെന്ത് വേണം? നല്ലോണം പഠിക്കണം. പഠനം തീരൂല. 22 പിന്നെയും പഠിക്കണം. ഇനി 2023 കടന്നാൽ അപ്പോൾ പുതിയ കുറേ കണ്ടുപിടുത്തം വരും. അപ്പോൾ വീണ്ടും പഠിക്കേണ്ടി വരും. ചില ആൾക്കാർ ചോദിക്കും, സയൻസ് ഓരോ കണ്ടുപിടുത്തങ്ങൾ ഇങ്ങനെ നടത്തുമ്പോൾ അതൊക്കെ ഇസ്ലാമിലുണ്ട് എന്ന് പറയല, നിങ്ങൾക്ക് പണി, നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നില്ലേ എന്ന് ചോദിക്കും. നേരത്തെ പറയാൻ കഴിയൂല. നേരത്തെ പറയാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ട്? മനുഷ്യന്റെ വിവരത്തിനനുസരിച്ച് അള്ളാഹുവും അവൻ്റെ റസൂലും സംസാരിക്കുള്ളൂ. എവിടെയാണോ വിവരം നിൽക്കുന്നത് ആ വിവരത്തിനനുസരിച്ചാണ് പറയാം. ഞാൻ നാളിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞതിന്, ഈ കൊറോണയൊക്കെ വന്ന സമയത്ത് കുറേ ആൾക്കാരിങ്ങനെ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് ചോദിക്കും, ഉസ്താദേ കരിഞ്ജീരകം എങ്ങനെയാണ് തിന്നേണ്ടത് എന്ന് കുറേ ആൾക്കാർ ചോദിക്കും എന്നോട്. ഞാനപ്പോൾ അവരോട് ചോദിക്കും, അനക്കെന്താ ദണ്ണെന്ന് ചോദിക്കും. അല്ല ദണ്ണൊന്നുമില്ല, വെറുതെ എങ്ങനെയാണ് തിന്നേണ്ടത് എന്ന് പറഞ്ഞു തരീന്നാണ്. അപ്പോൾ ഒരു ഹദീസ് കേട്ടതാണത്. എന്താ ഹദീസ്? ഹബ്ബത്തു സൗദാഇ ശിഫാഉം മിൻ കുല്ലി ദാ എന്നാണ് ഹദീസ്. കരിഞ്ജീരകം എല്ലാ രോഗത്തിനും ശിഫയാകുന്നു. ഇത് ഞാൻ കുറേ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ കൊറോണ ആയതിൻ്റെ ശേഷം കുറേ സ്ഥലത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു മനുഷ്യൻ്റെ വിവരത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാവാൻ ഈ ഹദീസ് വളരെ ഫിറ്റാണ്. ഹബ്ബത്തു സൗദായി കരിഞ്ജീരകം ശിഫാഉൻ ശമനമാണ്, മിൻ കുല്ലി ദാഇൻ എല്ലാ അസുഖത്തിനും എന്ന ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കരിഞ്ജീരകം എങ്ങനെ തിന്നുക എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് എന്താ ദണ്ണെന്ന് ആദ്യം തീരുമാനമാവണം. കരിഞ്ജീരകം എല്ലാ ദണ്ണത്തിനും മരുന്നാണ് എന്ന് പറഞ്ഞാൽ
മരുന്ന് ആരെങ്കിലും വെറുതെ എന്തെങ്കിലുണ്ടോ? ഏയ്, പാരസിറ്റാമോൾ മിക്കവാറും ദണ്ണത്തിനൊക്കെ പറ്റുമല്ലോ. എന്നാൽ നമ്മൾ ഒരാവശ്യമില്ലാതെ പാരസിറ്റാമോൾ ഇങ്ങനെ കുടിച്ചോ? ഇല്ലല്ലോ. ദണ്ണുണ്ടെങ്കിലല്ലേ കുടിക്കുള്ളൂ. അപ്പോൾ കരിഞ്ജീരകം തിന്നണമെങ്കിൽ ആദ്യം എന്ത് തീരുമാനമാവണം? ഇതെന്താ പറയാൻ കാരണം വെച്ചാൽ ഏറ്റവും ആധുനികമായ പഠനത്തിൽ വന്നിട്ടുള്ളത് കരിഞ്ജീരകം ധാരാളമായി കഴിച്ചാൽ കിഡ്നി ഫെയിലിയർ ആകുമെന്നാണ്. ഏറ്റവും പുതിയ പഠനം, കരിഞ്ജീരകം ധാരാളം കഴിച്ചാൽ കിഡ്നി ഫെയിലിയർ ആവും, കിഡ്നിക്ക് തകരാറ് സംഭവിക്കും, മൂത്ര സംബന്ധമായ പ്രശ്നം ഉണ്ടാവും എന്നാണ് ഏറ്റവും ആധുനികമായ പുതിയ പഠനം വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഹദീസിൻ്റെ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരിഞ്ജീരകം തിന്നാൻ പറഞ്ഞില്ലേ, പിന്നെ എങ്ങനെ ഇപ്പം ഉണ്ടാകുക? നബി തങ്ങൾ കരിഞ്ജീരകം തിന്നാൻ പറഞ്ഞിട്ടില്ല. ഒന്ന്, ഹബ്ബത്തു സൗദായി ഷിഫാഉൻ മിൻ കുല്ലി ദാ, കരിഞ്ജീരകം ദണ്ണത്തിന് ശിഫയാണ് എന്നാ പറഞ്ഞത്. രാവിലെ പൈസനേന് തിന്നാൻ പറ്റുന്നല്ലോ പറഞ്ഞത്. അങ്ങനെയാണോ പറഞ്ഞത്? ദണ്ണത്തിന് ശിഫയാണെന്ന് പറഞ്ഞാൽ ആദ്യം ഏത് തീരുമാനമാകണം? ദണ്ണുണ്ട് എന്ന് തീരുമാനമായാലേ തിന്നാൻ പറ്റുള്ളൂ. ഇനി രണ്ടാമതൊന്നുണ്ട്, ഇതിൽ പറഞ്ഞ എന്താ അറിയങ്ങള്? ഹബ്ബത്തു സൗദാ, ഈ കരിഞ്ജീരകം ഷിഫാഉൻ ശമനമാണ്, മിൻ കുല്ലി ദാഇൻ എല്ലാ ദണ്ണത്തിനും ശമനമാണ് എന്ന് പറഞ്ഞാൽ തിന്നാന്ന് കിട്ടൂല, മരുന്നാണ് എന്നല്ലേ കിട്ടുള്ളൂ. മനസ്സിലായില്ല? ഉംറക്ക് പോയവരുണ്ടാവുമല്ലോ, ഹജ്ജിന് പോയവരുണ്ടാവുമല്ലോ, വിസിറ്റിങ്ങിന് പോയവർ ഏതായാലും ഉണ്ടാവുമല്ലോ, റെസിഡൻസ് വിസ ഉള്ളവരുണ്ടാവുമല്ലോ. ഈ ഹദീസിൽ തിന്നാനുള്ള വാക്കെന്ന് പറഞ്ഞെന്നാണ് ഹബ്ബത്തു സൗദാ, ഈ കരിഞ്ജീരകം ഷിഫാ ഉൻ ശമനമാണ്, മിൻ തൊട്ട്, കുല്ലി എല്ലാ, ദാ ഇൻ രോഗം. എവിടെ തീറ്റ? തിന്നാനുള്ള അറബി വാക്ക് അത്യാവശ്യം ഗൾഫ് പോയാൽ എല്ലാവർക്കും അറിയണം, അല്ലെങ്കിൽ തിന്നാൻ കിട്ടൂലല്ലോ. നാട്ടിലിപ്പോൾ തിന്നാൻ കിട്ടണമെങ്കിൽ ഹിന്ദി അറിയണം, അല്ലെങ്കിൽ കിട്ടൂല. നമ്മളെ നാട്ടിലിപ്പോൾ തിന്നാൻ കിട്ടണമെങ്കിൽ ഹിന്ദി അറിയണം, അല്ലെങ്കിൽ ഹോട്ടലിൽ പോയിട്ട് മേപ്പിട്ട് വെക്കേണ്ടി വരും. ഒരു രക്ഷയില്ല. ഗൾഫ് പോയാൽ തിന്നാൻ കിട്ടണമെങ്കിൽ ഇപ്പം അവിടെ ഇപ്പോൾ ഹിന്ദി അറിഞ്ഞാൽ മതി എന്നായിട്ടുണ്ട്. എന്നാലിപ്പോൾ ഒരു അത്യാവശ്യം അറബി എല്ലാവർക്കും അറിയല്ലോ. തിന്നാനുള്ള വാക്കൊന്ന് പറയും എല്ലാവരും. അതിലില്ല, അതിൽ തിന്നാൻ പറഞ്ഞിട്ടില്ല. അപ്പം അല്ലെങ്കിൽ മരുന്നൊക്കെ തിന്നലല്ലോ, ഓയിൽമെൻറ്റ് തിന്നലുണ്ടോ? ഓയിൽമെൻറ്റ് തിന്നൂലല്ലോ, അത് മരുന്നല്ലേ. മരുന്ന് പറഞ്ഞാൽ തിന്നാനുള്ളതെന്നാ? കുയിനകത്തിന് ഒറ്റീസിൻ്റെ ഒരു മരുന്നുണ്ട്, അതാരെങ്കിലും തിന്നോ? ഇല്ല, അത് ശർക്കരയും പിന്നെ ചുണ്ണാമ്പും കൂടിയും കൂട്ടിയതാണ്. പക്ഷെ തിന്നാൻ പറ്റൂല ആ സാധനം. അത് പൊള്ള് ആയതുകൊണ്ടാണ് കുയിനകം മാറുന്നത്. അത് നാവുമ്പോൾ ഒറ്റിച്ച് ഒരു തുള്ളി വീതം 2 നേരം കുയിനകത്തിന് പറ്റൂല. മരുന്ന് തിന്നാനുള്ളതല്ല. ചില മരുന്ന് മൂക്ക് കൂടി വലിച്ചാലുള്ള ഉണ്ടാവും, ചിലത് നെറുവിലിടാനുള്ള ഉണ്ടാവും. പിരാന്തിനുണ്ടൊരു മരുന്നൊരു തൈലം, അത് തിന്നാനുള്ളതല്ല, അത് നെറുവിലിടലാണ്. കൊട്ടൻ ചുക്കാതി എണ്ണ, അത് തലേ തേക്കാണ് വേണ്ടത്, തിന്നാൻ പറ്റൂല. എല്ലാവും തിന്നാനുള്ളതല്ല. ഈ ഹദീസിൽ തിന്നാനോട്ട് പറഞ്ഞിട്ടുമില്ല. അപ്പം എന്തേ? അപ്പം നമ്മൾ എന്തുവാണെന്ന് വെച്ചാൽ പഠിച്ചാൽ തീരൂല. ഇസ്ലാം ദീന്, നബിതങ്ങളുടെ ഹദീസുകൾ, തിരുവചനങ്ങൾ, പരിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ എന്നും പഠിച്ചുകൊണ്ടേയിരിക്കണം. മനുഷ്യൻ്റെ വിവരത്തിന് മുകളിൽ അത് സംസാരിച്ചു കൊണ്ടിരിക്കും. എവിടെയാണോ വിവരമെത്തിയത് ആ വിവരത്തിൻ്റെ മേലെ സംസാരിക്കും. പിന്നെ ഹദീസുകൾക്കൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഒരു ഹദീസിൽ ഒരാൾക്കൊരു സംശയം തോന്നിയാൽ അതേ ഹദീസ് തന്നെ ഒന്നുകൂടി പഠിച്ചാൽ ആ സംശയം തീരും. കാരണം അത് വഹയിൻ്റെ ഇൽമാണ്. ഒരു ഹദീസിനെ കുറിച്ചൊരു സംശയം തോന്നിയാൽ അതേ ഹദീസ്